എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ടു നടന്ന് റോഡിലേക്ക് വെച്ച് തല്ലുമായിരുന്നു പറഞ്ഞു. റോഡിലേക്ക് തല്ലുകയാണോ പോയിട്ട് ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടറിഞ്ഞു പോയത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് അനിയത്തി സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടി, അല്ലെങ്കിൽ ചേട്ടൻ അനിയത്തിയും കൊണ്ട് ഒളിച്ചോടി. 3 മക്കളുണ്ട്. ആ 3 മക്കളെയും ഭാര്യയും കളഞ്ഞിട്ടാണ് അനിയത്തിയും കൊണ്ട് ആ ഇന്ദ്രവൻ ഒളിച്ചോടിയത്. അതിനെക്കുറിച്ച് നമ്മൾ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോഴിതാ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നു, ഈ പറയുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഈ അനിയത്തിക്കുട്ടിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ ഇവൻ കല്യാണം കഴിച്ച വീട്ടിൽ വരുമ്പോൾ ആ കൊച്ച് പിഞ്ചു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ ഇവൻ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതാണ്. ആ കൊച്ചിനെയും കൊണ്ടാണ് ഇവൻ രായ്ക്ക് രാമായണം കൊച്ചിനെയും കൊണ്ട് പോയത്. എന്നിട്ടാണ് ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് ലൈവ് അടിച്ചതൊക്കെ. അതിൻ്റെ ഇടയിൽ ഉമ്മവെപ്പ്, പല കാര്യങ്ങളും നടന്നു. ഇതെല്ലാം നടന്നത് ഈ പറയുന്ന ഇന്ദ്രവൻ വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് ഒരു പിഞ്ചു കുഞ്ഞായിരുന്നവളെയും കൊണ്ട് ഒളിച്ചോടിയിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്തത്. അവൾ പറയുന്നുണ്ട്, ഈ പറയുന്ന പെങ്കൊച്ച് പറയുന്നുണ്ട്, എനിക്ക് 19ാമത്തെ വയസ്സ് തൊട്ട് ഈ പറയുന്ന പുള്ളിക്കാരന് ഇഷ്ടം തോന്നി. 22ാമത്തെ വയസ്സിൽ ഞാൻ ഈ ചേട്ടൻ്റെ കൂടെ വന്നതാണ്, ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പം ഞെട്ടിക്കുന്ന ഒരു വോയിസ്, ഇവരെ അറിയാവുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതായത് ഈ പെണ്ണിൻ്റെ വീടും തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും പാവം, നല്ലൊരു മനുഷ്യൻ. ഇവരുടെ അച്ഛനും അമ്മയും വളരെ പാവം പിടിച്ചവരാണ്. തൃശ്ശൂരാണ് ഈ ഒരു സംഭവം നടന്നത് എന്നല്ല ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് അല്ലേ? ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ്? ഈ പെങ്കൊച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന മാനസിക അവസ്ഥ, അതുമാത്രമല്ല ഇത് ഇത്രമാത്രം വൈറലായിപ്പോയി. ഈ പറയുന്ന ഇന്ദ്രവനുണ്ടല്ലോ, ചേട്ടത്തിയുടെ ഭർത്താവ്, അവനാണ് ഈ കൊച്ചിനെ കൊണ്ട് പോയെന്നറിയുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ഒരു സങ്കടം, പ്രത്യേകിച്ചും ആ ഭാര്യയ്ക്കുണ്ടാകുന്ന സങ്കടം, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സങ്കടം, ഇതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഓക്കെ, ബാക്കി. നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ്, ഫാമിലി പോലെയാണ്. ഈ ഒരു ഫാമിലിയിലാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്. ഈ മൂഞ്ചിയെ നമ്മൾക്ക് എന്ത് വിളിക്കാം? നിങ്ങൾ തന്നെ പറ. ആ പെൺകുട്ടിക്ക്, അനിയത്തിക്കുട്ടിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ചേച്ചിയെ ഇവൻ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടാണ് ഇന്ദ്രവൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം തൊട്ട് എടുത്തുകൊണ്ട് നടന്നൊരു പെങ്കൊച്ചാണ് ഈ കൊച്ച്. എന്നിട്ട് ആ കൊച്ചിനെയും കൊണ്ടാണ് ഇവൻ മുങ്ങിയത്. കൊള്ളാം അല്ലേ? എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ടു നടന്ന് റോഡിലേക്ക് വെച്ച് തല്ലുമായിരുന്നു പറഞ്ഞു. റോഡിലേക്ക് തല്ലുകയാണോ പോയിട്ട് ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടറിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അവർ റോഡിലൊക്കെ ഇട്ട് തല്ലുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവന് വേണ്ടാന്ന് തോന്നിയപ്പോൾ അവൻ ഇട്ടെറിഞ്ഞിട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് എന്തായി? ആ പെൺകൊച്ച് പെരുവഴിയിലായി. അതുമാത്രമല്ല, ഈ പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 22ാമത്തെ വയസ്സിൽ ഈ പെങ്കൊച്ച് അവൻ്റെ കൂടെ പോകുമ്പോൾ ഈ പെങ്കൊച്ചിന് അറിയത്തില്ലായിരുന്നു ഇതെൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്, ഞാൻ എടുത്തുകൊണ്ട് നടന്ന 3 കുട്ടികളുടെ അച്ഛനാണിത് എന്നും അറിയത്തില്ലായിരുന്നു. ഈ കൊച്ചിന് 4 വയസ്സുള്ളപ്പോൾ അവൻ വീട്ടിലേക്ക് കയറി വന്നവനാണ്. ഈ കൊച്ചിന് അവനോട് ഇഷ്ടം തോന്നിയത് 19ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നു. ഇതൊക്കെ എന്തുവാണ്? അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോയിൽ പോകുന്നു, ലൈവ് ഇടുന്നു, ഉമ്മ വെക്കുന്നു. എന്നിട്ട് എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ചേച്ചിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞവരല്ലേ ഇവർ. തിരിച്ച് അവനും പറഞ്ഞില്ലേ? എന്നിട്ട് ഇവർ തമ്മിൽ അടിയുണ്ടാക്കി ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെ കിടന്ന് അടിയും ബഹളം ഉണ്ടായി. പിന്നെ ഒടുവിൽ അവൻ ഇട്ടിട്ട് പോയി. ഇനി അവൻ എവിടെ പോകാൻ? ഇനി ഓട്ടോയിൽ കയറ്റാൻ ഇനി ആളിനെ തിരക്കി പോയതായിരിക്കും അവൻ, വൃത്തികെട്ടവൻ. ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടുകാർ വീട്ടിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ എന്തും പിള്ളേർ തെറ്റ് ചെയ്താലും. ഇതിൽ നിൽക്കാണ്. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊന്നും ഫാമിലിക്കാർ നിൽക്കണം, അത്രയേ ഉള്ളൂ. അത് സത്യമല്ലേ? ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ പോയിരിക്കുകയായിരുന്നു ഇവളെ ഇറക്കി വിട്ട് കഴിഞ്ഞ്. അത് ഏത് അച്ഛനായാലും അമ്മയ്ക്കായാലും സഹിക്കുമോ സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ഒരിടത്ത് പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ? അതുകൊണ്ടായിരിക്കണം പാവങ്ങൾ വിളിച്ചു വരുത്തിയത്. എന്നാലും കൊള്ളാം. ഇതെന്തുവായാലും ഒരു ഞെട്ടൽ തരുന്നൊരു വാർത്തയായിരുന്നു. ആ വാർത്തയുടെ ആ സമാപ്തി പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ കൊള്ളാം. എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ആ ഒരു ദുഃഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതിനപ്പുറമാണ്. എന്തായാലും പെങ്കൊച്ചേ, നിന്നെ കൊള്ളാം. പറഞ്ഞ നല്ലൊരു ഫാമിലിയാണ്. ആ ഫാമിലിയാണ് ഇവൻ ഈ ചട്ടത്തിലും കാണിച്ചേക്കുന്നത്. ഈ ഇന്ദ്രവനുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ഭർത്താവ്, അവനെ കണ്ടു കഴിഞ്ഞാൽ തല്ലി ഓടിക്കുമെന്നാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. തല്ലി കൊല്ലുമെന്ന്. തല്ലൊന്നും വേണ്ട, അവൻ്റെ ആ അതുണ്ടല്ലോ, അതങ്ങ് തല്ലി ഒട്ടിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അവനെ നിയമം കയ്യിലെടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സത്യത്തിലങ്ങ് ഈ ഒരു രോഷം കൊണ്ട് നമുക്കങ്ങ് പറഞ്ഞു പോകും.
അത് 3 കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോയതല്ലേ അവൻ്റെ പെണ്ണുപിള്ളയും കളഞ്ഞിട്ട് പോയതല്ലേ, പുതിയ മേച്ചിപ്പുറങ്ങൾ തേടി, അതും സ്വന്തം കൂടപ്പറപ്പെന്ന് പറയാൻ പറ്റുന്ന പോലത്തെ. ഇവൻ വന്നപ്പോൾ എടുത്തുകൊണ്ട് നടന്ന പെൺകൊച്ചിനെയും കൊണ്ട് മാറി. ഇവന് കുറെ പെണ്ണ് കേസുണ്ട്. ഇവന് ഇതിനു വേണ്ടി നടക്കുന്നവൻ്റെ ഫേസ് കണ്ടറിയില്ലേ ഇവനെ പോലെ. ശരിക്കും ഇവനെ കണ്ടു ഫാമിലി തന്നെ നശിക്കും. കൊള്ളാം. ഇവന് കുറേ പെണ്ണ് കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ എന്നാ പൂരി പറയുന്നത്. ആ പുള്ളിക്കാരന് എത്രമാത്രം ദേഷ്യം ഉണ്ടെന്നറിയാം പറയുന്നത് ആൾക്ക്. അവർക്ക് ഈ കുടുംബത്തെ നേരിട്ട് അറിയാവുന്നതാണ്. അവർക്ക് എത്ര ദേഷ്യമാണെങ്കിൽ നമുക്ക് എത്രമാത്രം ദേഷ്യമുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ നമ്മളും ഇവൻ്റെ ഈ ഒരു എന്തിനവൻ്റെ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. വളരെ മോശമല്ലേ അവൻ്റെ കൂടപ്പറപ്പിനെയും കൊണ്ട്, അല്ലെ അവന് സ്വന്തം ഒരു അനിയത്തിയായിട്ട് കാണേണ്ടി അവളെയും കൊണ്ട് ഓടിയത് അല്ലേ, വൃത്തികെട്ടവൻ. ഇവനെ പിന്നെ എന്ത് ചെയ്യണം? ഇവനെ ഇങ്ങനെയുള്ളവനെ ഒന്നും സമൂഹത്തിൽ നമ്മൾ അടുപ്പിക്കരുത്, അകറ്റി നിർത്തണം. ഇവനൊക്കെ ഒരു ബോധമുണ്ടോ? ഇവനൊരു പൊക്കണമുണ്ടോ? എന്തോ ഇവൻ കാട്ടിക്കൂട്ടിയത്? ഈ പുള്ളിക്കാരൻ അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അവൻ്റെ കളയണമെന്ന്. അത് ആ പുള്ളിക്കാരൻ്റെ ആ രോഷം കൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയാണ് ഓരോരുത്തർക്കും തോന്നുന്നത്. എന്താണല്ലേ ഒരു 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 ഉളുപ്പ് വേണോടാ നിനക്കൊരു ഉളുപ്പ്. നിന്റെ സഹോദരി എന്ന് നീ കാണേണ്ടി ആ കൊച്ചിനെയും കൊണ്ട് പോയിട്ട് നീ ആ കൊച്ചിനെ കൊണ്ടുപോയി ഓട്ടോയിൽ വെച്ച് നിർബന്ധിച്ചായിരിക്കും ചിലപ്പോൾ ലൈവ് ചെയ്യിപ്പിച്ചെന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചെങ്ങനെ ലൈവ് ചെയ്യിപ്പിക്കാൻ പറ്റും? അവൾ വലിയ ഉന്മേഷത്തോടു കൂടി എൻ്റെ ചേട്ടൻ എനിക്ക് ഈ ചേട്ടൻ മതി, ചേച്ചിക്കെല്ലാം അറിയാം, ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നത് ഒരിക്കലും പറഞ്ഞു ജയിച്ചതല്ല. പക്ഷെ ഇവർ പറയുന്ന പ്രകാരം ആ കൊച്ചിനെ കൊണ്ട് മറ്റവും പറഞ്ഞ് ജയിപ്പിച്ചു, അവനിട്ട് അടിച്ചു, അവൾക്ക് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തുമായാലും അത് എത്രത്തോളം ആയാലും ഈ പെങ്കൊച്ച് രണ്ടാമത്തെ ലൈവിൽ പറഞ്ഞിരുന്നു, എൻ്റെ ശമ്പളം കിട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ, ഞങ്ങൾക്ക് ജീവിക്കണം, എൻ്റെ ശമ്പളം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാനെന്ന് ആ കൊച്ച് വന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് യാത്രയാകാനെന്നും പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ ഇവനൊരു കൊച്ചാണനാണെന്നും ഇവൻ്റെ അടുത്ത് ഒരു 5 പൈസ ഇല്ലെന്നും ഈ പെങ്കൊച്ചിനെ കണ്ണും കൈയും കാണിച്ച് വിളിച്ചുകൊണ്ട് പോയതാണെന്നും ഒക്കെ നമുക്ക് ഊഹിച്ചെടുക്കാം. പക്ഷേ എന്നാൽ ഈ പെങ്കൊച്ചിന് 22 വയസ്സില്ലേ, ഈ പെങ്കൊച്ചിന് ചിന്തിച്ചുകൂടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇനി പെങ്കൊച്ചിനെ കൂടുതലായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചു വല്ല കടുങ്കൈ ചെയ്താലോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. പക്ഷേ കൊച്ചിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരിക്കലും അവനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവൻ കൈകാല് കാണിച്ചെങ്കിൽ, അവൻ എന്തെങ്കിലും വിളിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്ത് അന്ന് നിന്നെ മയക്കെന്ന് പറഞ്ഞാലും നിൻ്റെ ചേട്ടത്തിയാണെന്ന് നിനക്കൊരു ബോധം ഉണ്ടാകണമായിരുന്നു. നിൻ്റെ ചേട്ടത്തിയുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരുന്നു, നീ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇത് നിൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ നീ കണ്ടു വളർന്ന ഒരു ചേട്ടനാണ് എന്നുള്ളൊരു ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അവൻ്റെ ചപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. അല്ലാതെ ഇതിനെ അങ്ങനെ നിനക്കും അങ്ങനെ ന്യായീകരണത്തിലൂടെ തരാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ മാതാപിതാക്കൾ നിന്നോട് ക്ഷമിച്ചു നിന്നെ വിളിച്ചുകൊണ്ട് വരാനുള്ള മനസ്സ് അവർ കാണിച്ചത്, അവരെയാണ് നീ നമിക്കേണ്ടത്. അതോടൊപ്പം നിന്റെ സഹോദരിക്ക് നീ ആ കൊച്ചിൻ്റെ കാല് കഴുകി കുടിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് ഇത് തീരത്തില്ല. അതുപോലത്തെ കുറ്റമാണ് നീ ചെയ്തിരിക്കുന്നത് അല്ലേ. എന്തായാലും ഈ ഒരു വോയിസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവനുണ്ടല്ലോ അന്ന് നാറി ഓട്ടോയുടെ ആ ഇരുൾമുറിക്കകത്തിരുന്ന് കണ്ട് സംസാരിച്ചവൻ, അത് ആദ്യം വന്ന കൊച്ചിന് ഉമ്മയൊക്കെ കൊടുത്തവൻ, ആ നാറിക്ക് കിട്ടേണ്ടത് കിട്ടണം, എന്നാൽ മാത്രമേ അവൻ പഠിക്കത്തുള്ളൂ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.